പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ പാട്ടങ്ങ് ഹിറ്റായി. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ പാട്ട് മലയാളികൾ മൂളി ഇതിൻ്റെ ഒറിജിനൽ പാട്ട് ഏതാണെന്ന് മറന്നുപോയി. ആ പാട്ട് ഇപ്പോൾ വിവാദമായി, പോലീസ് പെറ്റീഷനായി, അയ്യപ്പനെ അപമാനിക്കുന്നതിന് തുല്യമായി എന്ന് വേണ്ട ആകെ ജഗപുകയായി. സംഗതി ഇപ്പോൾ അവിടെ നിന്ന് ചിലരൊക്കെ കമൻറ്റിൽ എഴുതിയിരിക്കുന്നത് ഇനി ബാങ്ക് വിളിക്കുന്ന ടൂണിൽ ഒരു പാട്ടെഴുതിയെങ്കിൽ മാത്രമേ ഇവരുടെ സോക്കേട് തീരത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വാങ്കുവിളിയും ഇതുമായി പ്രത്യേകിച്ചൊരു ബന്ധവുമില്ല. ആരും പള്ളിയിൽ ഉസ്താദന്മാരാരും ഇതുണ്ടാക്കിയ സാധനമല്ല. ഇതുണ്ടായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. പണ്ടുകാലം മുതലേ പാരഡികൾ നമ്മുടെ സമൂഹത്തിൽ സുലഭമാണ്. പാരഡിയുടെ ഒരു പ്രധാനപ്പെട്ട ഉസ്താദായിരുന്നു പഴയ വി ഡി രാജപ്പൻ. വി ഡി രാജപ്പൻ ചേട്ടൻ്റെ പാട്ടുകൾ ഇപ്പോഴും നമ്മൾ പണ്ട് കാസറ്റ് കാലത്ത് കേട്ടത് മനസ്സ് നിറയെ ഉണ്ട്. ഞാൻ ഇന്നത് ഈ പാരഡി വിവാദമായപ്പോൾ ഒരു പാട്ട് ഓർത്തു. ഏതോ ഈ എലിയുടെയോ കോഴിയുടെയോ ഒക്കെ കഥ അദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്: നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ എലിപ്പൂടയോ എലിച്ചോരയോ. ഇങ്ങനെയാണ്, നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ എലിപ്പൂടയോ എലിച്ചോരയോ എന്നാണ് അതിൻ്റെ വരികൾ. ഇങ്ങനെയുള്ള രസകരമായ ഒരുപാട് വരികൾ ഈ പറയുന്ന നമ്മുടെ സാക്ഷാൽ വി ഡി രാജപ്പൻ ചേട്ടൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇന്നത്തെ കാലമായിരുന്നെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ നിറയെ അതൊക്കെ വൈറലാവുകയും ഹിറ്റാവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ. ഏതായാലും ഇലക്ഷനുമായും ബന്ധപ്പെട്ട് ഇങ്ങനെ പാട്ടുകൾ എഴുതാറുണ്ട്. എന്നാൽ ഈ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ എന്ന് പറയുന്ന പാട്ട് വല്ലാണ്ടങ്ങ് ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഇന്നൊരു ചങ്ങായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ചങ്ങായി കൊടുത്തിരിക്കുന്ന കേസിൽ പറയുന്നത് ഈ പാട്ട് അങ്ങ് ഡൽഹിയിൽ കൊണ്ടുപോയി പാടി അതൊക്കെ അയ്യപ്പനെ ആക്ഷേപിക്കുന്നതിന് തുല്യമായി എന്നാണ് പറയുന്നത്. പുള്ളിയുടെ പറയൊരു രസമാണ്. അതാ കേട്ടോളൂ. പ്രസാദ് ഇന്നലത്തെ ഒരു സംഭവം കണ്ടിട്ട് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പാർലമെന്റിന്റെ മുന്നിൽ ഈ പാട്ട് പാടി ഇന്ത്യ മഹാരാജ്യത്ത് അയ്യപ്പനെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമായി. കാരണം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയത്തെ ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നിൽ പോലും പോയി നിന്നിട്ട് അയ്യപ്പ ഭഗവാനെ അവഹേളിക്കുന്ന രീതിയിലുള്ള പാരഡി ഗാനങ്ങൾ ഈ എംപിമാര് പാടുക എന്ന് പറയുമ്പോൾ എത്ര നിരുത്തരവാദപരമായ പരിപാടി അവര് ചെയ്തത്. ഇത് അയ്യപ്പ ഭക്തന്മാരെന്ന് പറയുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാര് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇരുന്ന് ഇത് കാണുമല്ലേ. ഇത് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ? അയ്യപ്പ ഭക്തന്മാർക്ക് വേദനയുണ്ട്. കാരണം വളരെയധികം ആളുകളാണ് ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരാതി പറഞ്ഞത്. പക്ഷെ ഈ പൂച്ചയ്ക്ക് മണി കെട്ടാൻ ആരുമില്ല, ആരും ഒരു പരാതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് തീരുമാനിച്ചു, ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ടാണ് DGPക്ക് ഇന്ന് പരാതി കൊടുക്കാനുണ്ടായ കാരണം. ഏത് രീതിയിലായാലും ഈ പാട്ട് പിൻവലിക്കുക തന്നെ വേണം. ആ പാട്ട് പാരടി അവർ പാടട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ ആ ഈണത്തിനനുസരിച്ച് അയ്യപ്പനെ ഒഴിവാക്കട്ടെ. എത്രയോ പാരടി ഗാനങ്ങൾ ഇവിടെ നമ്മൾ ഈ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. അത് ഇമ്പമുണ്ട്, കാണാനും കേൾക്കാനും ഒക്കെ രസമാണ്. പക്ഷെ അയ്യപ്പനെ അതിനകത്ത് വെച്ചിട്ട് ശരണം വിളിക്കുന്നത് പോലെ ഇത് ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതി. എന്നാൽ ഈ പുള്ളിയൊന്നും ഈ സ്വർണം ചെമ്പാക്കിയതിനോ ഇത് അടിച്ചോണ്ട് പോയതിനോ ഒന്നും പുള്ളിക്കൊരു പരാതിയില്ല, വിഷമമില്ല, വ്യഗ്രതയില്ല, ഒന്നുമില്ല. ഇത് പാടിയത് മുഹമ്മദ് ഡാനിഷ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ഇത് എഴുതിയത് GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറം എന്ന് പറയുന്ന ഒരു ഖത്തർ പ്രവാസിയാണത്രേ. ഇതൊക്കെ എവിടെ നിന്ന് എങ്ങനെ എഴുതി, എവിടെ രൂപപ്പെട്ട് എങ്ങനെ വന്നു എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതിൽ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് 2 പോസ്റ്റുകൾ, ഒരു പോസ്റ്റ് വളരെ ശ്രദ്ധേയമായി എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. അത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ പോസ്റ്റാണ്. അദ്ദേഹം 2018 ഈ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് കോടതിയിൽ ഒരു കേസ് കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി ഇട്ട ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൽ ആ പാട്ട് ഏതായിരുന്നു എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. വളരെ മനോഹരമായ, എല്ലാവരും മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. മാണിക്യമലരായ ഹൂറി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ ആ പാട്ടാണ്. ആ പാട്ടിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എഴുതിയത്
ഉമർ ലുലു സംവിധാനം ചെയ്യുന്ന അഡാർ ലവ് എന്ന് പറയുന്ന സിനിമയിലെ മാണിക്യമലരായ പൂവി എന്ന ഗാനവും അതിൻ്റെ ദൃശ്യാവിഷ്കാരവും വലിയ വിവാദവും ചർച്ചയും ഉയർത്തിയിരിക്കുകയാണല്ലോ. അതിനിടയിൽ ഈ മാപ്പിളപ്പാട്ടിനെതിരെ ഹൈദരാബാദിൽ ഒരു വിഭാഗം മുസ്ലിം മതമൗലികവാദികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രവാചകനായ മുഹമ്മദ് നബിയെ നിന്ദിക്കുന്നതാണ് ഗാനമെന്നാരോപിച്ച് അതിൽ കുറച്ചുപേർ ഹൈദരാബാദിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയതായി മനസ്സിലാക്കുന്നു. ഇതൊന്നും യാദൃച്ഛികമായി കണക്കാക്കാനാവുന്നില്ല. സ്വതന്ത്രമായ കലാവിഷ്കാരത്തോടും ചിന്തയോടുമുള്ള അസഹിഷ്ണുതയാണിത്. അസഹിഷ്ണുത ഏത് ഭാഗത്തു നിന്നായാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ ഹിന്ദു വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും തമ്മിൽ ഒത്തുകളിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല എന്ന തരത്തിലാണ് ഈ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി വന്നത്, വേറൊരു പോസ്റ്റ് കാണാനിടയായത് ഈ പറയുന്നത് പോലെ ഇലക്ഷനും പാട്ടും ഒക്കെയായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു കമൻ്റാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കമൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. DYFI പൂമല പ്രതീഷ് PP നാരായൺ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സുഹൃത്തിൻ്റെ പേജിൻ്റെ അടിയിൽ എഴുതിയേക്കുകയാണ്, ബാങ്ക് വിളിക്കൊരു പാരഡി ഇറക്കിയാൽ നന്നായിരിക്കും, ഒരു മതമൈത്രിയൊക്കെ വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് ഈ BJPക്കാരും ഇതുവരെ ഇതിനകത്ത് ഈ പാരഡിയിൽ വർഗീയത കണ്ടില്ല, അവരാരും ഒന്നും പറഞ്ഞില്ല. ഇപ്പോഴാണ് ഈ എന്താ പറയുന്നത്, തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ മണിമളവാളൻ പൂഴിമല എന്ന് പറയുന്ന ആളോ മറ്റോ കേസുമായിട്ട് ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി, ഒരു പേരങ്ങ് ഇട്ട് പറഞ്ഞതാണ്. ഏതായാലും അതിനെ തുടർന്ന് വരുന്ന കമൻറ്റിൽ വരുന്ന സംഗതിയും ഇങ്ങനെയാണ്. ഈ പറയുന്ന വിരോധിക്കുന്ന പലതിനോടും വിരോധിക്കുമ്പോൾ അവിടെയെല്ലാം ബാങ്ക് വിളിയും പള്ളിയും മുസ്ലിങ്ങളും എന്തിന് ടാർഗറ്റ് ആവുന്നു എന്നതാണ് പ്രസക്തമായൊരു ചോദ്യം. രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യും, അതല്ലേ ഉചിതം.